Hi all, welcome to competitiveCracker.psc. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് +2 പ്രിലിംസുകാർക്കും അതുപോലെ തന്നെ മറ്റു PSC എക്സാം എഴുതുന്നവർക്കും ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് +2 പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ള റീസണിങ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഏതൊരു എക്സാമിനും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? ഏതൊക്കെ പാറ്റേണിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഏരിയ നമുക്ക് നന്നായി പഠിച്ചാൽ അത്യാവശ്യം നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് നമ്മൾ റീസണിങ്ങിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് കാണാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും പഠിക്കാം. നോക്കാം. A = into, B = minus, C = plus, D = division എങ്കിൽ ഈ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ 12A, 8C, 16B, 36D, 6 അല്ലേ? റീസണിങ്ങിലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഇവിടെ A, C, B, D എന്നൊക്കെ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സിമ്പിൾ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 12. എക്ക് എന്താ? A ഇൻറ്റു ആണ്. സോ 12 into 8. ഇനി C എന്താ? പ്ലസ് 16. B എന്താ? മൈനസ് അല്ലേ? മൈനസ് 36. D എന്താ? ഡിവിഷൻ, ഡിവൈഡ് ബൈ 6 അല്ലെ? നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? നമ്മൾ ബോട്ട് മാസ് രീതിയിൽ വേണം ചെയ്യാൻ. അല്ലാതെ നമ്മളിപ്പം ആദ്യം ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഇൻറ്റു ചെയ്ത് പിന്നെ പ്ലസ് ചെയ്ത് പിന്നെ മൈനസ് ചെയ്ത് അങ്ങനെ പോകരുത്. എന്താണ്? ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യുക, പിന്നെ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് എന്തേ ഉള്ളൂ? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ ഇത്രയെല്ലാം ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാം. അതാണ്ട് ആദ്യം ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്യാം? ഇതാണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ? ഡിവിഷൻ അല്ലേ? സോ 12 into 8 plus 16 minus 36 divided by 6 അല്ലേ? ഇനി എന്ത് ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ. സോ 12 into 8 16 96 plus 16 minus 6. ഇനി ഏതാ ചെയ്യണ്ടേ? അഡീഷൻ അല്ലേ? 96 plus 16 12 10 11 112 minus 6. 112 minus 6 എത്രയാണ്? 106. ക്ലിയർ ആണോ? ആൻസർ 106. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതുന്നു, പിന്നെ നമ്മളത് ചെയ്യുന്നു. അത് ഏത് രീതി ചെയ്യണം? ബോട്ട് മാസിന്റെ രീതിയിൽ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിന് 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിന് എങ്ങനെ എഴുതാം? ക്ലിയർ ആണോ? ചൈൽഡ് എന്ന വാക്കിന് 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിന് അല്ലേ? നോക്കിയേ, അതിന് ഇതാണ്ട് നമ്മൾ ഇതുപോലെ ലെറ്റേഴ്സ് എഴുതി അതിൻ്റെ നമ്പേഴ്സും എഴുതുക. ക്ലിയർ ആണോ? ഇത് നമുക്ക് കുറേ എടുത്ത് നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നമ്മളിത് നമുക്ക് പഠിച്ചു വെക്കുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല അല്ലെ? അപ്പൊ ആ എക്സാമിന് നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. A തൊട്ട് Z വരെ എഴുതുക, അതിന്റെ മേളിൽ നമ്പേഴ്സ് ഇടുക, അതായത് ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെ? അതപ്പോൾ നിങ്ങൾ എക്സാമിന് അത് എഴുതി നോക്കിയാൽ മതി. അല്ല നമ്മളിപ്പം കാണാതെ അറിയാമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലാതെ നമ്മളിപ്പോൾ അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നതിലും എളുപ്പം അത് എഴുതിയെടുത്ത് ആ നമ്പർ നോക്കി നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഇതാണോ നമ്മൾ നോക്കുവാണ്. ഓക്കെ, അതായത് ചൈൽഡ് എന്ന വാക്കിന് 36 നോക്കിയേ. അപ്പൊ സിയുടെ ലെറ്റർ ഏതാണ്? സിയുടേത് 3 അല്ലെ? 3. എച്ചിൻ്റെത് 8, ഐൻ്റെത് 9, L 12, D 4. ഒന്ന് കൂട്ടി നോക്കിയേ. 3 + 8 11, 11 9 12 4 അല്ലേ? സോ 10 16 3 36 ആണല്ലോ. അപ്പൊ അത് അങ്ങനെയാണ് അതൊരു കോഡ് ചെയ്തേക്കുന്നത് അല്ലെ? 36. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ മദർ എന്ന വാക്കിന് എന്ത് ചെയ്താൽ മതി? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെറ്റേഴ്സ് കാണുക, അത് ആഡ് ചെയ്യുക അല്ലെ? സോ എം എന്താ? എമ്മിൻ്റെത് 13. ദെൻ ഓയോ? O 15, T 20, H 8, E 5, R 18 അല്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. സോ 5 into 3 8, 8 into 3 24,
24, 29. 2, 4, 5, 6, 7. 79. അല്ലേ? അപ്പം നമുക്ക് ആൻസർ 79 എന്ന് വരും. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള കോഡിങ് വരുന്ന സമയത്ത് നമ്മൾ ആ A to Z വരെ എഴുതി അതിന്റെ നമ്പേഴ്സ് എഴുതിയിടുക. അപ്പൊ നമുക്കത് വേഗം നോക്കാൻ പറ്റും. ചിലപ്പോൾ അത് തിരിച്ച ഓർഡറിൽ നമ്പേഴ്സ് വരാം. അതാണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാം. അതായത് ഇസഡിന്റെ 1 തിരിച്ച് നമ്മൾ 1, 2, 3, 4, 5 അങ്ങനെയും ചില സമയത്ത് കോഡിങ് അവർ ചെയ്യും. അതായത് ഇപ്പൊ ഇസഡിന് 1 കൊടുത്തോണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം ഈ നോർമൽ ഈ രീതി ചെയ്യുമ്പോൾ ആ ഒരു സം 36 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും കൂടെ ഒന്ന് നോക്കാം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അലീന ഒരിടത്ത് നിന്ന് തെക്കോട്ട് 35 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 40 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്നും എത്ര അകലത്തിലാണ് അലീന ഇപ്പോൾ നിൽക്കുന്നത്? എന്താണിത്? നമ്മുടെ ഡയറക്ഷൻസ് എന്നുള്ള ടോപ്പിക് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു പേപ്പറിൽ എന്ത് വരയ്ക്കുക? നമ്മുടെ ഈ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഡയറക്ഷൻ വരയ്ക്കുക. അതായത് നോർത്ത് എന്ന് പറയുമ്പോൾ ഏതാ? വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് അല്ലെ? അപ്പൊ അത് വരയ്ക്കുക. ഇംഗ്ലീഷിൽ NEST എന്ന് പറയാം. നെസ്റ്റ്. അപ്പൊ അതിനകത്ത് NEST ഇല്ലല്ലോ, അവിടെ വരുമ്പോൾ W എടുക്കുക. അങ്ങനെ നോർത്തെടുക്കുക. അപ്പൊ ഇതൊന്ന് വരച്ചു വെച്ചാൽ ഇത് നോക്കി നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും വേണ്ടടുത്ത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ അവര് എന്താണ് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നുള്ള രീതി പറയുന്നില്ല. അങ്ങനെയും കൂടെ വേണ്ട, നമ്മൾ ജസ്റ്റ് ഇവിടെ തന്നെ വരയ്ക്കാം. നിങ്ങൾ നോക്കുക, വടക്ക് അല്ലെ? വടക്ക് അങ്ങോട്ടാണ്. അവിടെ ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാന്നും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അതായത് നോക്ക്, ഇവിടെ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്, അങ്ങനെ ഓരോന്ന് നോക്കിയാൽ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്, അങ്ങനെ നമുക്ക് നോക്കി വരച്ചു വെച്ചാലും നമുക്ക് എന്നിട്ട് വരച്ചു വെച്ചിട്ട് ഇത് ഓരോന്ന് പറയുന്നതിനനുസരിച്ച് വരച്ചാൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അലീന ഒരിടത്ത് നിന്ന് തെക്കോട്ട് 35 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ താഴോട്ട് അല്ലേ? തെക്ക് ഇങ്ങോട്ടാണല്ലോ. തെക്കോട്ട് 35. അതുപോലെ തന്നെ നമ്മൾ ആ വരയ്ക്കുന്ന വര മെഷർമെന്റും കൂടെ അതിന്റെ കൂടെ സൈഡിൽ നോട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തെക്കോട്ട് 35 മീറ്റർ സഞ്ചരിച്ചു. ഇനിയോ അതിനുശേഷം വടക്കോട്ട് 40 മീറ്റർ സഞ്ചരിച്ചു അല്ലെ? അപ്പം മുകളിലോട്ട് ആദ്യം ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് അല്ലെ? വടക്കോട്ട് ഇത് 35 ഉണ്ട്. ഇനി ഒരു 5 കൂടെ മതിയല്ലോ. ഇവിടെ ഇതിപ്പോ 5 മീറ്റർ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 5 അല്ലെ? അപ്പൊ മൊത്തത്തിൽ 40 മീറ്റർ സഞ്ചരിച്ചു. 40 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് അല്ലെ? അങ്ങോട്ട് കിഴക്ക് ദിശയിലേക്ക് 25 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും തെക്കോട്ട് അല്ലെ? ഈ പടം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും എങ്ങോട്ടാന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ? തെക്കോട്ട് 5 മീറ്റർ. അപ്പൊ താഴോട്ട് 5 മീറ്റർ അല്ലെ? അപ്പൊ ഇത്രയും ദാണ്ട് ഇവിടം വരെയാണല്ലോ. 5 മീറ്റർ സഞ്ചരിച്ചു. ഇപ്പൊ നിൽക്കുന്നത് ഇവിടാണ്. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്നും എത്ര അകലത്തിലാണ്? നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഇതുപോലെ വരച്ചു പോയാൽ എന്ത് വരും? ഇപ്പൊ ഇവിടെ അല്ലേ നിൽക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത്, ഇപ്പൊ നിൽക്കുന്നത് ഇത്. ഇവര് തമ്മിൽ എത്രയാണ്? 25 അല്ലെ? 25 മീറ്റർ അകലത്തിലാണ്. ക്ലിയർ ആണോ? ആൻസർ 25 മീറ്റർ. ഓക്കെ ആണോ? അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. എന്താ? വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. അത് വരച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇതും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് അത് അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് നോക്കി വരയ്ക്കാം. ക്ലിയർ ആണോ? കോമ്പറ്റേറ്റീവ് ക്രാക്കർ +2 പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്ത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. എല്ലാം ടോപ്പിക് വൈസ് ഉള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വിസുകളും റിവിഷൻസും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് സൂം ലൈവ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ക്ലാസ് ആയിരിക്കും. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരാൾ ഉണ്ടോ? അടുത്തതും ഇത് ഡയറക്ഷൻ എന്നുള്ളൊരു ടോപ്പിക്കിലാണ്. ഒരാൾ 15 മീറ്റർ നോക്ക് പടിഞ്ഞാറോട്ട് നടന്ന ശേഷം, അപ്പൊ പടിഞ്ഞാറ് എവിടെ ആയിരുന്നു? പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, തെക്ക് അല്ലെ? ഓക്കെ. ഒരാൾ 15 മീറ്റർ പടിഞ്ഞാറോട്ട്, അപ്പൊ ഇങ്ങോട്ട് 15 മീറ്റർ പടിഞ്ഞാറ്, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. പടിഞ്ഞാറോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു അല്ലെ? വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വലത്തോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം പിന്നീട് 10 മീറ്റർ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് 10 മീറ്റർ ഇടത്തോട്ട് അല്ലെ? ഇങ്ങോട്ട് 10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ച ശേഷം
10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ച ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. ഇവിടെ നിൽക്കുമ്പോ എങ്ങോട്ടാ? ഇടത്തോട്ട്, താഴോട്ട് അല്ലെ? ഇടത്തോട്ട് എത്രയാണ്? 20 മീറ്റർ. എന്താണ്ട് ഇവിടുന്ന് 20 തന്നെയല്ലേ, അപ്പൊ ഇവിടെ തന്നെ വന്നിരിക്കണം. 20 മീറ്റർ സഞ്ചരിച്ചു. ഇപ്പം യാത്ര ആരംഭിച്ച ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ഫൈനൽ പോയിന്റ്, ഇത് ഇനിഷ്യൽ പോയിന്റ്. യാത്ര ആരംഭിച്ചിടത്തു നിന്നും എത്ര ദൂരമുണ്ട് നോക്കിയേ. ഇത് 10 അല്ലേ, സോ ഇവിടം തൊട്ട് ഇവിടം വരെ 10 ആയിരിക്കും. ഇവിടം തൊട്ട് ഇവിടം വരെ 15 അല്ലേ, സോ 10 + 15 25 ആണല്ലോ. 25 മീറ്റർ. ക്ലിയർ ആണോ? അപ്പൊ ഈ പടം നോക്കി അതുപോലെ വരയ്ക്കുക. ലെഫ്റ്റും റൈറ്റും ഇടതും വലതും ഒക്കെ നോക്കുക, കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഈ വരയ്ക്കുന്നത് ഇപ്പൊ ഇവിടെ 15 എന്ന് പറയുമ്പോഴും ഇവിടെ 20 എന്ന് പറയുമ്പോഴും കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ വന്ന് നിൽക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താ? ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഈ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ എന്താ ഒരു ഇത് പഠിച്ചു വെച്ചേക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഇത് തന്നെ പഠിക്കണം എന്നില്ല, നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചേക്കുന്നത് അത് ഒരു കൊടുക്കുക. അതായത് ആണുങ്ങളെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് പ്ലസ് എന്ന് കൊടുക്കുക, പെണ്ണുങ്ങളെ ഡിനോട്ട് ചെയ്യാനായിട്ട് എന്തായാലും സർക്കിൾ ഇടുക. ഇപ്പം എയും ബിയും, എ അതിനകത്തെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഇടുക, ബി അതിനകത്ത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ്. അതായത് നിങ്ങൾ തന്നെ പഠിച്ചു വെക്കുക, ആണുങ്ങളെ ഡിനോട്ട് ചെയ്യാൻ എന്ത് വേണം എന്നുള്ള സിമ്പിൾസ് പഠിച്ചു വെക്കുക. അതുപോലെ ചെയ്യുക. ഇപ്പൊ ഞാൻ ഒരു രീതിയിലുള്ള സിമ്പിൾസ് പറയാം, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. അല്ല നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. എല്ലാത്തിനും ഒരു സിമ്പിൾ കൊടുത്ത് പഠിക്കുക. എന്നാൽ ഈ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്ക്, ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പെൺകുട്ടികളെ ഞാൻ വട്ടം എന്ന് ഡിനോട്ട് ചെയ്യും, അതുപോലെ ആൺകുട്ടികളാണെങ്കിൽ പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഇവര് ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ദാണ്ടെ ഇതുപോലെ റിലേഷൻ ഇങ്ങനെ കാണിക്കും. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഇനി ഇവര് സിബ്ലിങ്സ്, ഇവര് സഹോദരങ്ങളാണ് അല്ലെങ്കിൽ സഹോദരികളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇപ്പൊ എ ബിയുടെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കോമ ഇടണം. അതേപോലെ തന്നെ സഹോദരനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? പ്ലസ് ഇട്ടോണം അല്ലെ? അപ്പൊ അങ്ങനെ ഡിനോട്ട് ചെയ്യുക. അതുപോലെ ഇനി ഓരോ ജനറേഷൻ ആയിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യണം? അതായത് ഇപ്പം സി എയുടെ അച്ഛനാണ്, അല്ലെങ്കിൽ ഡി എയുടെ മകനാണ്, അങ്ങനെ പറയുമ്പോൾ ഓരോരോ ഫാമിലി ആയിട്ട് ഓരോ റോ ആയിട്ട് തിരിക്കുക. അതായത് ഈ ഒരു റോ അടുത്ത് അതിന്റെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ അടുത്തൊരു റോ മേളിലോട്ട് എഴുതുക. അങ്ങനെ ഓരോ ഫാമിലിയെ നമ്മൾ തിരിച്ച് കാണിക്കുക. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് വേഗം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കി, യു വിയുടെ സഹോദരനാണ്. യു, അപ്പൊ യുവും വിയും സഹോദരങ്ങളാണ്. അപ്പൊ നമുക്ക് കോമ ഇട്ട് കാണിക്കാം. യു വിയുടെ സഹോദരനാണ് എന്ന് വെച്ചാൽ യു ആണെന്നാണല്ലോ അറിയാവുന്നത്. വി നമുക്കിപ്പോ അറിയത്തില്ല, അതുകൊണ്ട് അത് അവിടെ കിടക്കട്ടെ. യു സഹോദരനാണെന്ന് കിട്ടി. ഇനി ഡബ്ല്യു യുവിന്റെ സഹോദരിയാണ്. അപ്പൊ ഡബ്ല്യു അത് പെണ്ണാണ്, സഹോദരിയാണ്. അപ്പൊ ഇവര് 3 പേരും സഹോദരങ്ങളാണല്ലോ. ഓക്കെ. എക്സ് ഡബ്ല്യുവിന്റെ പുത്രനാണ്. എക്സ് ഡബ്ല്യുവിന്റെ പുത്രനാണ് എങ്കിൽ എക്സിന് വിയോടുള്ള ബന്ധം. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കാണിച്ചാൽ അവർ ഒരു ഫാമിലിയാണ്, ഒരു സിബ്ലിങ്സ് ആണ്, എങ്കിൽ അവർ സിബ്ലിങ്സ് ആണെന്നല്ലേ അതിന്റെ അർത്ഥം. ഇനി എക്സിന് വിയോടുള്ള ബന്ധം. ക്ലിയർ ആണോ? എക്സിന്, അതായത് എക്സ് വിയുടെ ആരാണെന്നാണ് ചോദിക്കുന്നത്. അല്ല, ഐ മീൻ എക്സിന് വിയോടുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. എന്താണ് ബന്ധം? എക്സ് ആരായത്? അനന്തരവൻ അല്ലെ? അതായത് ആംഗ്ലയോ പെങ്ങളോ ആര് വേണമെങ്കിലും, അത് നമുക്ക് അറിയത്തില്ല, ആംഗ്ലയോ പെങ്ങളോ ആവാം. ഇതെന്തായിരിക്കും? അനന്തരം. ഇപ്പൊ ഈ ഓപ്ഷനും കൂടെ നോക്കുക. അനന്തരവൻ അല്ലെ? സഹോദരിയുടെ മകനാണ് അനന്തരവൻ. ക്ലിയർ ആണോ? അപ്പൊ ഇത് അനന്തരവൻ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വരച്ചു. അപ്പൊ ഇവിടെ പുത്രനാണ് എന്നൊക്കെ പറയുമ്പോഴാണ് എന്നുള്ളത് മാർക്ക് ചെയ്യാൻ മറന്നു പോവരുത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, നിഷയും സിനിയും സഹോദരിമാരാണ്. നോക്കിയേ, നിഷ സിനി അല്ലെ സഹോദരിമാരാണ്. രാജിയുടെ അമ്മായിയാണ് സിനി അല്ലെ? അതായത് രാജി അമ്മായി എന്ന് പറയുമ്പം ആങ്ങളയുടെ മകളായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ ആരോ ഉണ്ട്, അത് നമുക്കറിയത്തില്ല, മകളാണ് അല്ലെ? ഇവിടെ ആരോ ഉണ്ട്, മകളാണ് രാജി. രാമന്റെ പേരക്കുട്ടിയാണ് രാജി അല്ലെ? പേരക്കുട്ടി എന്ന് പറയുമ്പോൾ ഒരു തലമുറയുടെ മുകളിൽ വേറെ വരും അല്ലെ? ആരാണ്? രാമന്റെ. അപ്പം രാമന്റെ ഒരു മകൻ ഉണ്ടായിരിക്കാം, മകളായിരിക്കും രാജി അല്ലെ? ഇപ്പൊ ഒരു ജനറേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം പേരക്കുട്ടിയാന്ന് പറയുമ്പോൾ. മുരളി രാമന്റെ മകനാണ്. നോക്ക്, അപ്പൊ ഇവിടെ നമുക്ക് മുരളിയെ അസ്യൂം ചെയ്യാമല്ലോ.
ഉറപ്പില്ല, എന്നാലും നമുക്ക് മുരളി ഇവിടെ പറയാം. ഇതുവരെയുള്ള ഡേറ്റ അനുസരിച്ച് നമുക്ക് അവിടെ പറയാം മുരളി രാമന്റെ മകനാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അതായിരിക്കുമല്ലോ. എന്നാൽ നിഷ മുരളിയുടെ ആരാണ്? നിഷ മുരളിയുടെ എന്തായിരിക്കും? ഇപ്പം വേറെ ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ രാജി വേറെ ആളുടെ മോളാണെങ്കിൽ പോലും ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം അല്ലെ? നോക്ക്, അപ്പം ചോദിക്കുന്നത് എന്താണ്? നിഷ മുരളിയുടെ ആരാണ്? നിഷ ആരാ? നിഷ സഹോദരിയാണ്. ക്ലിയർ ആണോ? നിഷ ആരാണെന്ന് ചോദിക്കുന്നത് ക്ലിയർ ആയിരിക്കണം. വേണമെങ്കിൽ ചോദ്യം ഇങ്ങനെ വരാം, മുരളി നിഷയുടെ ആരാണ്, അങ്ങനെ ചോദിച്ചാൽ സഹോദരൻ എന്ന് പറയണം. ഇവിടെ ചോദിക്കുന്നത് നിഷ മുരളിയുടെ ആരാണ്. അപ്പൊ നിഷ ആരാ? സഹോദരിയാണ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടി രാജു പറഞ്ഞു, എൻ്റെ മുത്തശ്ശിയുടെ ഏക മകന്റെ മകളാണ് ആ പെൺകുട്ടി. നോക്കിയോ, ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടി രാജു പറഞ്ഞു. അപ്പൊ രാജു പറഞ്ഞു, ഈ എൻ്റെ എന്ന് പറഞ്ഞാൽ അത് രാജു ആണല്ലോ. ഓക്കെ, രാജുവിൻ്റെ മുത്തശ്ശി. അപ്പൊ ഇവിടെ പേരൻസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ മുത്തശ്ശി പറയുന്നത് അല്ലേ? രാജുവിൻ്റെ മുത്തശ്ശിയുടെ ഏക മകൻ അല്ലെ? അപ്പൊ ആകെ ഇവിടെ ഒരു മകനേ ഉള്ളൂ. ഏക മകന്റെ മകളാണ് ആര്? പെൺകുട്ടി. ഏക മകന, അപ്പൊ ആകെ ഒരു മകനേ ഉള്ളൂ, ആ മകന്റെ മകളാണ് പെൺകുട്ടി. അപ്പൊ ആരായിരിക്കും? ഇവര് തമ്മിൽ സഹോദരങ്ങളായിരിക്കും അല്ലെ? അപ്പൊ രാജുവിന് പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം, രാജു ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ആരാ? രാജു ആരാ? സഹോദരൻ അല്ലെ? രാജു എന്ന് പറഞ്ഞത് സഹോദരനായിരിക്കും. ക്ലിയർ ആണോ? അടുത്ത ഇപ്പൊ നമ്മള് ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻസ് കണ്ടു, ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻസ് കണ്ടു, പിന്നെ കോഡിങ് അതുപോലെ തന്നെ വരുന്നതാണിത്. നോക്കിയേ, ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അറിയാൻ നമുക്ക് അത്യാവശ്യം ക്യൂബുകള്, സ്ക്വയറുകള് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അപ്പൊ നമുക്കത് സ്പീഡ് ചെയ്യാൻ പറ്റും. നോക്കിയേ, 7ഉം 348ഉം തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതുപോലെ 8ഉം ഇതിലെ ഏത് നമ്പറുമായിട്ടാണ് ബന്ധം എന്നാണ് ചോദ്യം. നോക്കിയേ, 7 348. അപ്പൊ 7ഉം ഈ 3 4 അതായത് 7ന്റെ ക്യൂബാണ് 343 അല്ലെ? അപ്പൊ 343 ഇത് എങ്ങനെ വരാം? +5 ചെയ്യുമ്പോഴാ 348 വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാം. 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 512. 512ന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 517. ക്ലിയർ ആണ്? ഇതുപോലുള്ള ക്യൂബുകള്, സ്ക്വയറുകൾ ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ. അപ്പൊ അത് അറിയാമെങ്കിൽ നമുക്കത് കാണുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. 372, അതായത് 3ഉം 72മായിട്ട് ബന്ധമുണ്ട് എങ്കിൽ 4ഉമായിട്ട് ഇതിൽ ബന്ധമുള്ള ഏതിനാണെന്ന് നോക്കിയേ. 372, അതായത് 3 × ഒന്നും ചെയ്യുമ്പം വരാൻ സാധ്യതയില്ല. ഒന്നുകൂടെ നല്ലതായിട്ട് നോക്കിയാൽ മനസ്സിലാകും. നോക്കിയേ, 3 ക്യൂബ് എത്ര? 27 അല്ലെ? അതിനെ തിരിച്ചിട്ടേക്കുവാണ് 72. അങ്ങനെയാണെങ്കിൽ 4 ക്യൂബ് എത്ര? 64. അപ്പൊ അതിനെ തിരിച്ചിട്ടാല് 4 6. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, ഇതും സീരീസിനകത്ത് വരുന്നതാണ്. നോക്കിയേ, 2 4 8 10 20 അല്ലെ? അപ്പൊ സീരീസ് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെയാണ്. സീരീസ് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുക അതിന്റെ ഒരു ഇതിലേക്ക്, ആ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യം നോക്കാവുന്ന എന്താ? അവരുടെ ഡിഫറൻസ് നോക്കുക അല്ലെ? പിന്നെ വലിയ വലിയ വ്യത്യാസങ്ങളാണെങ്കിൽ അവിടെ എന്തെങ്കിലും പവറിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പം എന്താ? ഇത് 2, ഇത് 4, ഇത് 2 ഉണ്ടോ? ഇത് 10 അല്ലെ? അപ്പൊ ഡിഫറൻസിലൊന്നും വലിയ ഇതില്ല, അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് മാറുക. അപ്പൊ ഒന്നുകൂടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്താണ് ഇവിടെ ചെയ്തേക്കുന്നുണ്ടോ? ഇത് 2നെ ആദ്യത്തേത് +2 ചെയ്തപ്പം 4 എത്തി. അടുത്തത് നോക്കിയേ, × 2 ചെയ്തപ്പം 8 വന്നു. ക്ലിയർ ആണോ? അടുത്തതോ +2 ചെയ്തപ്പം 10, × 2 ചെയ്തപ്പം 20. ഇനി അടുത്ത ഏതായിരിക്കും ചെയ്യേണ്ടത്? +2 അല്ലെ? +2 ചെയ്താല് 22. ക്ലിയർ ആണോ? അപ്പൊ അതുപോലെ ഈ സീരീസിൻ്റെത് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഓരോന്നും ഓരോ മോഡലിലായിരിക്കും. അപ്പൊ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്ന് നമുക്കിത് കിട്ടും. ക്ലിയർ ആണോ? അപ്പം റീസണിങ്ങിലെ ഇത്രയും സെറ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇതുപോലുള്ള ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.